നമസ്കാരം. ഡോക്ടർ രമ്യ കൃഷ്ണൻ. ഇന്ന് നാട്ടുചികിത്സാ സമ്പ്രദായങ്ങളെയും മറ്റ് ട്രൈബൽ മെഡിസിൻ അങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ പരിപോഷിപ്പിക്കാനും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുക്കാനായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിക്കുന്നതായി അറിഞ്ഞു. അപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത നേരെ ആയുർവേദ പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. കേരളത്തിലായാലും പുറത്തായാലും അതിൽ കുറച്ച് വാസ്തവമുണ്ട്. കാരണം അവർ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പാരമ്പര്യ ചികിത്സകർ എൻ്റെ അറിവിൽ പലപ്പോഴും ആയുർവേദ ഔഷധങ്ങളെയും ആയുർവേദ ചികിത്സകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ആയുർവേദ പാരമ്പര്യ ചികിത്സ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇത് അറിയപ്പെടേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡായി നമ്മൾ കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി പഠിച്ച് നമുക്ക് മെഡിസിന് കിട്ടി, BAMS പഠിച്ച് ശാസ്ത്രീയമായിട്ട് നമ്മൾ BAMS ട്രെയിനിങ്ങും ഇതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പ്രൊഫഷണലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ A ക്ലാസ് രജിസ്ട്രേഷനോടെ ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ആയുർവേദ പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം വരുമ്പോൾ അതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. ആയുർവേദം പാരമ്പര്യമല്ല, അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യമല്ല. പാരമ്പര്യ വൈദ്യം ആയുർവേദ അല്ല. എവിടെയാണ് എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പറയുമ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള, എൻ്റെ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആയുർവേദ ഡോക്ടേഴ്സ് എന്നോട് അടികൂടാനായിട്ട് വരും. അവർ പറയും ആയുർവേദം പാരമ്പര്യമാണ്, ട്രഡീഷണൽ നോളജാണ്, നമ്മൾ ട്രഡീഷണൽ മെഡിസിനാണ്. അപ്പം ഞാൻ പറയും ആയുർവേദം ശാസ്ത്രീയ വൈദ്യമാണ്, ആയുർവേദം സയൻറ്റിഫിക് മെഡിസിനാണ്, ആയുർവേദം വൈദ്യശാസ്ത്രമാണ്. അവർ പറയും അല്ല, ആയുർവേദം പാരമ്പര്യ ശാസ്ത്രമാണ്. അപ്പം ഞാൻ പറയും ആയുർവേദം പാരമ്പര്യ ശാസ്ത്രമല്ല, പാരമ്പര്യവും ശാസ്ത്രവും രണ്ടും രണ്ടാണ്. പാരമ്പര്യം എന്ന് വെച്ചാൽ കേവലം വർഷങ്ങളായി സെഞ്ചുറീസോളം കൊണ്ടുപോകുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. ശാസ്ത്രം എന്ന് വെച്ചാൽ അതിലുള്ള ഓരോ പ്രവൃത്തിക്കും ഓരോ ഡിസിഷനും എന്തുകൊണ്ട്, എങ്ങനെ, ഹൗ ആൻഡ് വൈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാനാവും. അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ കാര്യകാരണ സിദ്ധാന്തം ഉണ്ട്, കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, സൂത്രങ്ങൾ, ലോസ് ഇതെല്ലാം ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ശാസ്ത്രം എന്ന് വെച്ചാൽ കാര്യകാരണങ്ങളെ വിശദീകരിക്കാൻ കെൽപ്പുള്ള, ഏതൊരു സ്വാഭാവികമായി മനുഷ്യനിൽ നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കാനും വിലയിരുത്താനും വിശദീകരിക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ചെയ്ത് കാണിക്കാവുന്നതുമായ ഒരു നോളജ് സിസ്റ്റത്തിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാരമ്പര്യ ശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അതിൽ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത് ആയുർവേദമായി മാറില്ല, പാരമ്പര്യമായി തന്നെ നിലനിൽക്കൂ. ഇനി ആയുർവേദ ചികിത്സകർക്ക് ഇപ്പോൾ കാളവണ്ടി വൈദ്യം എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പലപ്പോഴും ഈ അലോപ്പതി ചികിത്സകർ, ആയുർവേദത്തെക്കുറിച്ച് ABCD അറിയാത്ത അലോപ്പതി ചികിത്സകർ ആയുർവേദം കാളവണ്ടി വൈദ്യമാണ്, പണ്ടത്തെ കാലത്ത് കാളവണ്ടിയിൽ പോണതും ഒക്കെയാണ്, ഇന്നത്തെ കാലത്തും നമ്മൾ എന്തിനാണ് വളരെയധികം നിർബന്ധം പിടിക്കണേ കാളവണ്ടിയിൽ തന്നെ പോകണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്ന് പറയാനായിട്ട് എവിടെയാണ് ഈ കാളവണ്ടി എന്നുള്ളത് ഈ ഡോക്ടേഴ്സ് പറയുന്നില്ല. ഈ പണ്ടുള്ള കാലത്ത് ഉപയോഗത്തിലിരുന്ന ഒരു ശാസ്ത്രം എന്ന കാരണം കൊണ്ടാണോ ഈ കാളവണ്ടി വൈദ്യം എന്ന് പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല ആയുർവേദത്തെ അങ്ങനെ പറയണത്. ഇപ്പോൾ മാത്തമാറ്റിക്സ് അങ്ങനെയാണെങ്കിൽ ഒരു ഏൻഷ്യൻ സയൻസാണ് മാത്തമാറ്റിക്സ്. ആ ഏൻഷ്യൻ സയൻസിൻ്റെ ഉപയോഗം, അതിലുള്ള ബേസിക് റൂൾസ് തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കണത്. അപ്പോൾ ഒരു കാളവണ്ടി ശാസ്ത്രമാണോ മാത്തമാറ്റിക്സ്? അങ്ങനെ പറയാൻ പറ്റുമോ? മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യനിൽ ഉപയോഗിക്കുന്ന, മനുഷ്യ ശരീരത്തിൽ അകത്ത് നടക്കുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ തിങ്സ് ഒരേ കാര്യങ്ങളാണ്.
അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെയും സ്വഭാവത്തെയും മനസ്സിലാക്കി അത് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിൻ്റെ സ്വഭാവത്തെ വർഷങ്ങളോളം നിരീക്ഷിച്ച് പഠിച്ച് കാര്യകാരണ ബന്ധത്തെ മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ആയുർവേദത്തിലുള്ളത്. ആയുർവേദത്തിൽ ഒരു തിയറി പോലും ഇല്ല. ആയുർവേദത്തിനകത്തുള്ളത് സിദ്ധാന്തങ്ങളാണ്. ഈ സിദ്ധാന്തങ്ങളെയും സൂത്രങ്ങളെയും ശരിക്കും മാത്തമാറ്റിക്സ് പോലെ ഡിറ്റർമിനിസ്റ്റിക് സയൻസാണ് ആയുർവേദം. ആ സിദ്ധാന്തങ്ങളെയും സൂത്രങ്ങളെയും ഉപയോഗിച്ച് കാലാനുസൃതമായി നമുക്ക് ആപ്ലിക്കേഷനെ റിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് പണ്ട് കാളവണ്ടിയിൽ പോണത് ഇപ്പം മോട്ടോർ കാറിൽ പോണു എന്ന് പറയുന്നത് അത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വൈദ്യശാസ്ത്രം ഈസ് അഡ്വാൻസിങ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൽ വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഇപ്പോൾ സർജിക്കൽ ടെക്നിക്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു വശം മാത്രം വെച്ചാണ് അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഓർഗൻ റീപ്ലേസ്മെൻറ്റ്, ഇപ്പം നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയുക. യൂട്രസിൽ എന്തെങ്കിലും ഒരു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ പ്രീ ക്യാൻസർ യൂട്രസ് എടുത്ത് കളയുന്നു. ഇപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു ഗുരുതരമായ രോഗത്തിൽ യൂട്രസ് എടുത്ത് കളയാം. ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാതെ ആവുമ്പോൾ പല രീതിയിൽ ഹോർമോൺ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലീഡിങ് നിൽക്കാതെ ആവുമ്പോൾ യൂട്രസ് എടുത്ത് കളയണു. അപ്പോൾ അഡ്വാൻസ്ഡ് യൂട്രസ് എടുത്ത് കളയാം എന്ന് പറയുന്നത് അഡ്വാൻസ്മെൻ്റ് അല്ല. ഇപ്പോൾ ബ്ലീഡിങ്ങിനെ സ്വാഭാവികമായി ഹോർമോണിൻ്റെ എന്ത് കാരണം കൊണ്ടാണ് ബ്ലീഡിങ്, ഹോർമോൺ സന്തുലനം ശരിയാക്കി ബ്ലീഡിങ്ങിനെ നിർത്തി ആരോഗ്യപരമായി ഗർഭാശയത്തെയും അണ്ഡാശയങ്ങളെയും ശരീരത്തിൽ നിലനിർത്തുന്നതാണ് അഡ്വാൻസ്മെൻറ്റ്. നീ ജോയിൻറ്റിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പ്രിമിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആ നീ ജോയിൻറ്റിനെ നിലനിർത്തി അതിനകത്തുള്ള കാരണങ്ങളെ റിവേഴ്സ് ചെയ്തിട്ട് നോർമലായിട്ട് ഒരു മനുഷ്യന് മുമ്പ് എങ്ങനെ നീ ജോയിൻ്റ് ഉപയോഗിക്കാൻ പറ്റുന്നു അതുപോലെ ഇപ്പോഴും ജോയിൻ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അഡ്വാൻസ്ഡ് മെഡിസിൻ. അപ്പോൾ റീപ്ലേസ്മെൻ്റ് അല്ല അഡ്വാൻസ്മെൻറ്റ്, റീസ്റ്റോറേഷൻ ആണ് അഡ്വാൻസ്മെൻറ്റ്. ഇപ്പോൾ ടെക്നോളജിക്കലി നമുക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്നോളജിക്കലി ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ വികലമാക്കാതെ രോഗശമനം എത്രത്തോളം സാധ്യമാകുന്നു? ഐ റിപ്പീറ്റ്, രോഗശമനം എത്രത്തോളം രോഗങ്ങൾ പൂർണ്ണമായിട്ട് ശമിപ്പിക്കുന്നു? അക്യൂട്ട് ആൻഡ് ക്രോണിക് ഡിസീസസ് എത്ര സമയത്തിനുള്ളിൽ ശമിപ്പിക്കുന്നു? എത്ര മരുന്നുകൾ ഉപയോഗിച്ച് ശമിപ്പിക്കുന്നു? എത്ര ചെലവിൽ ശമിപ്പിക്കുന്നു? ആ രോഗിയുടെ റുട്ടീനിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ എത്ര സ്മൂത്തായിട്ട് ശമിപ്പിക്കുന്നു? ഇതൊക്കെയാണ് മെഡിസിനിൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആയുർവേദ ശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റും. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യരാശിയായി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ 5000 വർഷം പഴക്കമുള്ള ശാസ്ത്രത്തിലെ തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ഇതൊക്കെ വെച്ച് ഇപ്പോഴും രോഗശമനം വളരെ ക്വിക്കായിട്ട്, വളരെ ഫാസ്റ്റായിട്ട്, ഫ്രാഗ്മെൻറ്റഡ് ഡോസേജ് അപ്രോച്ച്, ഏറ്റവും ചുരുങ്ങിയ മരുന്ന് കൊടുത്ത് മനുഷ്യനെ ഒരുപാട് മെസ്സി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, കുറേ മരുന്നുകൾ കുത്തിവെക്കുക, ഇതൊന്നുമില്ലാതെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡയറ്റ്, അയാളുടെ റുട്ടീൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് രോഗങ്ങളെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, ആൾക്കാർ ജീവിക്കുന്നിടത്തോളം കാലം മരുന്ന് കഴിപ്പിക്കലല്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അസുഖം മാറ്റി അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക, ആരോഗ്യപരമായിട്ട് കൊണ്ടുവരിക. അതിനെയാണ് അഡ്വാൻസ്മെൻറ്റ് ഇൻ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാളവണ്ടി വൈദ്യം പറയുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുക, കാളവണ്ടി ആയിക്കോട്ടെ, കാളവണ്ടി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പതുക്കെ പോകണമെന്നായിരിക്കും. ഇപ്പോൾ ആയുർവേദം പതുക്കെ പോണ ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ പറയണതായിരിക്കും. പോട്ടെ, അറിവില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷേ ആയുർവേദത്തിനകത്തുള്ള ഡോക്ടർമാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പലപ്പോഴും പല ഡയലോഗ്സും അടിക്കണത് കാണാറുണ്ട്.
ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ആയുർവേദത്തെ കുറ്റം പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാരുണ്ട്. സ്വന്തമായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ ഒട്ടും തന്നെ മെനക്കെടാതെ അലോപ്പതിക്കാർ പറയുന്ന കുറ്റങ്ങളെ, അതായത് കാളവണ്ടിയാണെന്ന് പറഞ്ഞാൽ കാളവണ്ടി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവണതിന് മുമ്പുണ്ടായ വൈദ്യമാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വാട്ട്? ഇലക്ട്രിസിറ്റി ഇപ്പം ഉണ്ടായി എന്ന് വെച്ചാൽ എന്താണ് വ്യത്യാസം? അത് ആയുർവേദത്തിനെ എങ്ങനെ ഔട്ട്ഡേറ്റഡ് ആക്കുന്നു? ആയുർവേദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വൈദ്യശാസ്ത്രമാണ്, ജീവശാസ്ത്രവും വൈദ്യശാസ്ത്രവുമാണ്. അപ്പോൾ മനുഷ്യരാശി ഇലക്ട്രിസിറ്റിക്ക് മുമ്പുണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാവണതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പിന്നെ വേറൊരു കാര്യം പറയുന്നത് ലൈഫ് സ്പാനാണ്. അലോപ്പതി വന്ന പിന്നെ ലൈഫ് സ്പാൻ കൂടി. പണ്ട് ലൈഫ് സ്പാൻ കുറവായിരുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. ഇപ്പം പണ്ട് കുറേ വയസ്സ് വരെ ജീവിച്ച് ഇരുന്ന ആൾക്കാരെ അറിയാം. പിന്നെ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായ അപ്ഡേഷൻ ആയുർവേദത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതൊരു സത്യമാണ്. ഇപ്പം ആയുർവേദം ശാസ്ത്രമാണ്, ശാസ്ത്രത്തിനകത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ബ്രില്യൻ്റായ ശാസ്ത്രമാണ്. അപ്പോൾ ആൾക്കാരുടെ ഇൻ്റലിജൻസ് അതനുസരിച്ച് ഉയരണം. ഈ ആയുർവേദം പഠിക്കാനായിട്ട് എൻട്രൻസ് എഴുതി പഠിക്കുന്ന ഒരു രീതിയിൽ കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് നന്നായിട്ട് എൻട്രൻസ് എഴുതുമ്പോൾ പഠിക്കുന്നതിനേക്കാളും 5 ഇരട്ടി പഠിക്കാനുണ്ട് ഇതിനകത്ത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കണം. ഇതിൻ്റെ സിദ്ധാന്തങ്ങളും തത്വങ്ങളും പനിയിൽ പാരസെറ്റമോൾ എഴുതുന്ന പോലെ അല്ലെങ്കിൽ പെയിനിൽ പെയിൻ കില്ലർ എഴുതുന്ന പോലത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സയൻസ് അല്ല ആയുർവേദം. ആയുർവേദത്തിനകത്ത് പല കാര്യങ്ങളും മനുഷ്യ ശരീരത്തിൽ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് പഠിക്കാനും അത് കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫ്ലോഡാണ്, പണ്ട് മുതലേ ഫ്ലോഡാണ്. അതുകൊണ്ടാണ് ഈ കോളറ വന്നിട്ടും ഇതൊന്നും പണ്ടത്തെ ആൾക്കാർ മരിച്ചിരുന്നത്. ആയുർവേദത്തിൻ്റെ ഫെയിലിയർ അല്ല, ആയുർവേദ വൈദ്യന്മാരുടെ ഫെയിലിയർ എന്ന് നമുക്ക് പറയാം. ഇപ്പം SBEBA വന്നതിൽ പിന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ 10-15 വർഷമായിട്ട് SBEBA പയണിയർ എന്ന നിലയ്ക്ക് സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദ നമുക്കറിയാം. നമ്മൾ ഈ പറഞ്ഞ പാൻഡമിക് ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിനെ രക്ഷിച്ചതും അവരെ ശക്തിപ്പെടുത്തിയതും ആരോഗ്യപരമായിട്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കതിൻ്റെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഡാറ്റയും ഉണ്ട് അതിനെ കാണിക്കാനായിട്ട്, അത് നമ്മുടെ റിസൾട്ട്സ് കാണിക്കാനായിട്ട്. ഇപ്പോഴും നമുക്ക് കീടാണുക്കളെ പേടിച്ച് ഉള്ള ജീവിതമല്ല. നമുക്ക് എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഒരു പകർച്ചപ്പനിയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി വൈദ്യശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യനായി നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് പുതിയ തരം പനി വന്നാലും എങ്ങനെയാണ് ആയുർവേദത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ബേസിക് കോർ പ്രിൻസിപ്പിൾസ് ആയുർവേദ സയൻസിലുണ്ട്. അതിൽ റിസർച്ച് ചെയ്തിട്ടാണ് SBEBAയിൽ ഇൻഫെക്റ്റീവ് ഫീവർ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരണത്, പാരമ്പര്യക്കാരെ അവരുടെ വഴിക്ക് വിടുക, ആയുർവേദക്കാരെ ശക്തിപ്പെടുക. ആയുർവേദ ശാസ്ത്രത്തിലും ആയുർവേദ സയൻസ് ബേസ്ഡ് മെഡിസിൻ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആയുർവേദം പാരമ്പര്യമാണെന്നും പാരമ്പര്യ ശാസ്ത്രമാണെന്നും ട്രഡീഷണൽ മെഡിസിൻ്റെ സെമിനാറുകൾക്ക് ഓടിപ്പോയി, ഇൻ്റർനാഷണൽ സെമിനാറുകൾക്ക് ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് പ്രസംഗിക്കാതിരിക്കുക, ഘോരം പ്രസംഗിച്ച് വരാതിരിക്കുക. ആയുർവേദം ശാസ്ത്രമാണെന്നുള്ള സത്യം ആദ്യം ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ശാസ്ത്രത്തിനകത്തുള്ള സിദ്ധാന്തങ്ങളെയും തത്വങ്ങളെയും എല്ലാം അതിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയിൽ വന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ പാരമ്പര്യക്കാരെ അവരുടെ വഴിക്ക് വിടുക, അവർ അപ്രൂവൽ മേടിക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓണറബിൾ സുപ്രീം കോർട്ട് 2016 പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് അല്ലാത്ത വൈദ്യമൊന്നും അപ്രൂവ്ഡ് അല്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് അധികം നാൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന്. എന്ത് തന്നെ ആയിക്കോട്ടെ, ആയുർവേദം എന്താണ്, ശാസ്ത്രീയ ആയുർവേദം എന്താണ്, അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് ആയുർവേദ ഡോക്ടേഴ്സ് ആയിരിക്കണം അംബാസഡേഴ്സ് ഓഫ് സയൻസ് ഓഫ് ആയുർവേദ. ജയ് ഹിന്ദ്.